മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് മലപ്പുറത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം എന്നിവയാണ് മുഖ്യ അജണ്ടകൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം ലീഗ് ഓഫീസിൽ വെച്ചാണ് യോഗം. പി വി അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട UDF-ൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പവും ചർച്ചയാകും. മുഴുവൻ നേതാക്കന്മാരുടെയും UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. ജയത്തിൻ്റെ മാറ്റു കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവർ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തി. എന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം പരാമർശങ്ങളൊക്കെ നടത്തി. ആ പരാമർശങ്ങൾക്കൊക്കെ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊരു മറുപടി പറയേണ്ട പ്രശ്നമില്ല. 2011 അൻവർ ഫാക്ടർ ഇല്ലാത്തൊരു കാലത്ത് 6000 വോട്ടിന് ജയിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലം 11,000 ചില്ലാനം വോട്ടിന് തിരിച്ചു പിടിച്ചെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നിലമ്പൂരിലെ വിജയത്തിൽ എല്ലാ UDF നേതാക്കൾക്കും ക്രെഡിറ്റ് ഉണ്ട് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. പി വി അൻവറിന്റെ പേര് പറഞ്ഞ് ജയത്തിന്റെ മാറ്റ് കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായി തോന്നുന്നില്ല എന്നും ഷൗക്കത്ത് പറയുന്നു. വിവരങ്ങൾ നൽകാനായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, ആദ്യം നമുക്ക് ലീഗ് യോഗത്തിലേക്ക് തന്നെ പോകാം. ഏറ്റവും പ്രധാനം അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറെ ചർച്ചയാകുന്നത് ഇപ്പോൾ അത് തന്നെ. കഴിഞ്ഞ ദിവസം ടി മുഹമ്മദ് ബഷീറിന്റെയും MK മുനീറിന്റെയും ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ അത് തന്നെ ആയിരിക്കുമോ പ്രധാന അജണ്ട? അമൃത, തീർച്ചയായും ഇന്നത്തെ അജണ്ട അൻവർ വിഷയം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യെങ്കിൽ പോലും അൻവർ വിഷയം തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിലെ പ്രധാന അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് നേതൃത്വം എപ്പോഴും അൻവറിനെ, അല്ലെങ്കിൽ അൻവർ ഫാക്ട് ഉണ്ടെന്നും അൻവർ നേടിയ വോട്ട് നിർണായകമാണെന്നും അൻവറിനെ അങ്ങനെ തള്ളിക്കളയാൻ ാണ് ലീഗ് നേതൃത്വം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഗ് അൻവറിനെ മുന്നണിയിൽ ചർച്ച വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ലീഗ് വരുന്നത്. എന്നാൽ UDF കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവാണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ അൻവറിന്റെ വിഷയം അത് അടഞ്ഞ അധ്യായമാണ്, അല്ലെങ്കിൽ ആ വാതിൽ അടച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകുന്നത്. എന്നാൽ ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഈ ഒരു പ്രതികരണത്തിനോട് മുസ്ലിം ലീഗിന് അസംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഒറ്റയടിക്ക് വാതിലടച്ചു എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ ചർച്ചകൾ നടത്തി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച വേണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ടി മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ MK മുനീർ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യം കൃത്യമായി ചർച്ച ചെയ്യുകയും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം UDF-ൽ അറിയിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ തന്നെ മധ്യസ്ഥ വഹിച്ചിരുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറിനെ അങ്ങനെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. കൂടെ കൂട്ടണം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.